ഇന്ന് വൈകുന്നേരത്തേക്ക് ചായക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടുക്കളയിലേക്ക് വന്നത്. ഞാൻ ലേറ്റ് ഇടുന്ന ഒച്ച കേട്ടോ അപ്പോൾ കോഴികൾ ഓടി വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് കഴിക്കാൻ ഞാനൊരു ബോട്ടിൽ കുറച്ച് അരി ഇട്ട് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കേട്ടോ, അല്ലെങ്കിൽ അവർ ഉള്ളിലേക്ക് കയറി വരും. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, പച്ചരിയാണ് കേട്ടോ. അപ്പോൾ അതും കൊണ്ട് അരച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി, കുതിർത്തി വെച്ച അരിയാണ് കേട്ടോ, അതും എടുത്തിട്ട് പിന്നെ ശർക്കര പൊടിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ശർക്കരപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഏലക്ക ഏട്ടൻ കൊണ്ടുവന്നാണ്, ഞാൻ കുട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഒരു ഏലക്കയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി കുടിച്ചു കേട്ടോ. രാവിലെ വെച്ച വെള്ളം നല്ല പോലെ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവൊക്കെ അരച്ച് വെച്ചു. മാവ് അരച്ച് കഴിഞ്ഞാൽ, മാവല്ല എന്തും അരച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി മിക്സിയുടെ ജാറ് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം, മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗം എന്തോ പോലെ ഇങ്ങനെ പൂത്ത പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനത് വേഗം കഴുകി വെച്ചു. പിന്നെ അതാ ദോശ പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മാവിൽ മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ചെറുതായിട്ട് ഒന്നും കൂടി പരത്തി കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതാ ഒരടുപ്പിൽ ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മോളും മാത്രമാണ് വീട്ടിൽ ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള ചായ വെച്ചിട്ടുണ്ട്. പിന്നെ മോന് കുറച്ച് ബൂസ്റ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് വേഗം തന്നെ കയ്യോടെ കപ്പിലേക്ക് അരിച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ ദോശ ഉണ്ടാക്കലും കഴിഞ്ഞു. ഓരോരുത്തർക്ക് 2 ദോശ വീതം അങ്ങനെ കഴിക്കാനുള്ളതേ ഉള്ളൂ. എന്നാലും അവർക്ക് അത് വൈകുന്നേരത്ത് കഴിക്കുമ്പോൾ ഒരു ഇഷ്ടമല്ലേ. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ.